നമ്മുടെ ലൈഫിൽ പല സമയത്തും നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഡയറ്റോ അല്ലെങ്കിൽ എക്സസൈസോ ഒക്കെ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് പലപ്പോഴും തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയൊക്കെ വിചാരിച്ചാലും പിന്നെ നമുക്കത് നീട്ടി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലേ? ചിലപ്പോ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. 4-ാമത്തെ ആഴ്ച ആകുമ്പോൾ നമ്മളതിന് വിട്ടുപോകും. അതെന്താ അതിന്റെ റീസൺ? ഒന്നാമത്തെ ദിവസം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ക്ലാസ്സിൽ വന്നപ്പോൾ കറക്റ്റ് 9:30 മുമ്പ് എത്തി അല്ലെ? ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. ഈ മോട്ടിവേഷൻ എൻഡിലേക്ക് എത്തുന്നില്ല. അതെന്താ? ഡിസിപ്ലിൻ ഇല്ല. എന്താ അതിന്റെ അത് ശരിയാക്കി എടുക്കാൻ എന്താ ചെയ്യാ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അച്ഛൻ രാവിലെ ജോലിക്ക് പോകുമ്പോ കുട്ടിയോട് പറയാം, ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവരും. അപ്പൊ കുട്ടിയുടെ ഒരു ഫിസിക്കൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാവും, ഭയങ്കര സന്തോഷമായിരിക്കും. അന്നത്തെ ദിവസം വൈകുന്നേരം അച്ഛൻ വരുന്ന സമയത്ത് ഈ കുട്ടി വെയിറ്റ് ചെയ്യും, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, സന്തോഷം മുഴുവൻ ബോഡിയിലൊക്കെ കാണും. പക്ഷെ അന്ന് ഗിഫ്റ്റ് കൊണ്ടുവന്നില്ല വിചാരിക്കും. അപ്പൊ കുട്ടി ആകെ ഡിപ്രസ്ഡ് ആവും. സെക്കൻഡ് ഡേ ഇതേപോലെ അച്ഛൻ വീണ്ടും പറയാണ്, കുറെ എക്സ്ക്യൂസസ് ഒക്കെ ഉണ്ടായി, ജോലി തിരക്കായിരുന്നു, മറന്നുപോയി. സെക്കൻഡ് ഡേ ഞാൻ എന്തായാലും ഒന്ന് കൊണ്ടുവരും പറയും. സെക്കൻഡ് ഡേ മറന്നു. തേർഡ് ഡേ വീണ്ടും മറന്നു. 4th ഡേ 5th ഡേ 2 വീക്സ് ആയി, 3 വീക്സ് ആയി, അച്ഛൻ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ല. ഈ കുട്ടിക്ക് പിന്നെ അച്ഛൻ വരുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് മനസ്സിലുണ്ടാവും? ഇല്ല. കുട്ടിക്ക് അയാൾ ഇങ്ങനെ തന്നെ എപ്പോഴും പറയും, എനിക്കറിയാം അയാള് ഒന്നും ചെയ്യും. അതേപോലെയാണ് നമ്മളുടെ ബോഡിക്ക് ഒരു ഫിസിക്കൽ മൈൻഡ് ഉണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്യണ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി ശരീരം ഓൾറെഡി ഉണ്ടാക്കി വെക്കും. കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾ പ്രോമിസസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ സോറി പറയുമ്പോ ആരോടെങ്കിലും ക്ഷമിക്കുമ്പോ ഇതൊക്കെ നമുക്ക് ഇമോഷൻസ് ആണ്. അപ്പൊ ഈ ഇമോഷനും നമ്മുടെ സാധാരണ ഉണ്ടാവുന്ന ചിന്തകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സാധാരണ ഉണ്ടാവുന്ന ചിന്തകൾ നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിൽ വ്യത്യാസമൊന്നും വരുത്തില്ല. ഇപ്പൊ നമ്മളൊരു സങ്കടമുള്ള സിനിമ ഉണ്ടാക്കാൻ അറിയില്ലേ? അതെന്താ വെച്ചാൽ നമ്മുടെ ബോഡി മൈൻഡായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഫിസിക്കൽ മൈൻഡ് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും ആ സമയത്ത്. അപ്പൊ നല്ല സന്തോഷം വന്നു, ഉറപ്പായിട്ട് നമുക്ക് ഡാൻസ് കളിക്കാനും ചാടി കളിക്കാൻ തോന്നും. ദേഷ്യം വരുന്ന സമയത്ത് തൊട്ട പൊട്ടിത്തെറിക്കും. ഇതൊക്കെ നമ്മുടെ ബോഡി കണക്റ്റഡ് ആവുന്ന മൈൻഡായിട്ട്. ഇതാണ് ഇമോഷൻ. ഈ ഇമോഷൻ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം, ഇപ്പൊ നമ്മളൊരു പ്രോമിസ് ചെയ്യുക, സെൽഫ് പ്രോമിസ് ചെയ്യണം, ഞാൻ ഇന്ന ദിവസം ഇത് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇമോഷൻ കോൺഫിഡൻസിന്റെയാണ്. അത് നമുക്ക് ടോട്ടൽ ഫീൽ ആവും. നമ്മളത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് അച്ഛനുള്ള പ്രതീക്ഷ പോയ പോലെ ഒരു സ്റ്റെപ്പ് താഴോട്ട് വരും, നെക്സ്റ്റ് ഡേ താഴോട്ട് വരും. അങ്ങനെ അങ്ങനെ നമ്മൾ ലൈഫിൽ പല സമയങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഡയറ്റ് പ്രോമിസ്, എക്സസൈസ് പ്രോമിസ് അല്ലെ? ഫിസിക്കൽ മൈൻഡ് അതിനനുസരിച്ചിട്ട് താഴെ നമ്മൾ തന്നെ നമ്മുടെ ശത്രു ആവുന്ന ഒരു ഫീലാണ് അല്ലെ? അത് നടത്താതെ വരുമ്പോ ഉണ്ടാവുന്നത്. നമ്മൾ അറിയാതെ തന്നെ കോൺഫിഡൻസ് ലെവൽ താഴോട്ട് വരികയാണ്. അപ്പൊ ഇതിനെ ഉയർത്തി കൊണ്ടുവരണമെങ്കിൽ ചെയ്യാൻ പറ്റിയ കാര്യം ചെറിയ പ്രോമിസസ് ചെയ്യാം. ഇപ്പോ 3 കാര്യങ്ങൾ മാത്രം നാളെ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. മൈൻഡ് ഹാപ്പി ആക്കാൻ വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാര്യങ്ങൾ ഫസ്റ്റ് ഒരു 20 കാര്യങ്ങൾ മിനിമം എഴുതി വെക്കണം. അപ്പൊ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും, അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതും എഴുതി വെക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇന്ന് 1-ാം തീയതി നാളെ സ്റ്റാർട്ട് ചെയ്യരുത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. നമ്മൾ എത്ര ഇപ്പൊ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ സ്പീച്ച് കിട്ടും, ആ സമയത്ത് ഓക്കെ. അത് കഴിഞ്ഞ പിന്നെ അതില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. നമ്മൾ കുറെ കാലമായിട്ട് ശീലിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഹാവ് പേഷ്യൻസ്. നമുക്ക് ഇത്രയും കാലം നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതിനൊക്കെ പകരമായിട്ട് ഓരോ കുഞ്ഞു കാര്യം ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക, സിമ്പിൾ കാര്യമല്ലേ? ചിലപ്പോൾ മറന്നുപോയാലും റിമൈൻഡർ വെക്കുക, വെള്ളം ഇൻടേക്ക്. ഇനി അതും മറന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് മുമ്പിൽ ഒട്ടിച്ച് വെക്കുക. ഉണരുമ്പോ കാണും വെള്ളം കുടിച്ചു. അന്നത്തെ ദിവസം നമ്മൾ ഒരു സെൽഫായിട്ട് ഒരു ഗിഫ്റ്റ്, ഒരു സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം കുടിച്ചു, ഐ എം ഗിഫ്റ്റിംഗ് മൈസെൽഫ് എ സ്റ്റാർ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാർ കൊടുക്കണം. ഇത് എന്തിനാണെന്നറിയോ? ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. വെറുതെ ഒരു തോട്ടും ഇമോഷനും വ്യത്യാസം ഉണ്ട്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു സ്റ്റാർ നമ്മൾ കൊടുത്തു, അത് നമ്മുടെ ഒരു ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മൾ അറിയാതെ തന്നെ കൂടും. സെക്കൻഡ് ഡേ നമുക്ക് കുറച്ചും കൂടി എനർജി വരും. അപ്പൊ അടുത്ത ദിവസം, ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ കാര്യം, പുതിയ പാട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിക്കാം. പഴയ ഹാബിറ്റ്സ്, നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തെങ്കിലും
ഓർത്തെടുത്തിട്ട് അതിനെ പൊടിതട്ടി എടുത്ത് ചെയ്യാം. ഡാൻസ് ചെയ്യാം. ഡാൻസ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ എൻ്റെ പേര് സുഷമയാണ്, അല്ലെങ്കിൽ ഞാനൊരു വക്കീലാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. ഫുൾ ഹാപ്പിയായിട്ട് നമ്മളുടെ ഫുൾ ഫ്രീഡത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് എല്ലാ സ്വപ്നങ്ങളും നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഡാൻസ് ഇല്ലേ, ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുറെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കുറെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും. ഡാൻസ് ചെയ്യുമ്പോൾ ഇതിന്നൊക്കെ മൈൻഡ് ക്ലീൻ ആവുകയും ചെയ്യും. നമ്മളുടെ ഈ അറ്റൻഷനിലെ ഒരു അറ്റൻഷൻ കിട്ടാനുള്ള മൈൻഡിന്റെ ആ പവർ അത് കൂടും. സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ സാധിക്കും. ഈ ഡ്രീംസ് ഒക്കെ അച്ചീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടാക്കിയെടുത്തിട്ട് കണ്ണടച്ച് മൂവി കാണുന്ന പോലെ വിഷ്വലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇടണം. 1 മന്തിന് ഒരു ടാർഗറ്റ്, 2nd മന്തിന് ഒരു ടാർഗറ്റ്, 3rd മന്തിന് ഒരു ടാർഗറ്റ്, ടോട്ടൽ ഇപ്പൊ നമുക്ക് 6 മന്ത്സ് വരെ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ 1st മന്തിന്റെ ടാർഗറ്റ് നേടിയെടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഡ്രസ്സ് വാങ്ങി വെക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പോ 38 സൈസ് ആണെങ്കിൽ നമുക്ക് അതിനെ 36 ഇടണം എന്ന് ഡ്രീം ചെയ്യാം. അപ്പൊ ഒറ്റയടിക്ക് പോയിട്ട് 40 സൈസ് ഉള്ള ഒരാൾ പോയിട്ട് 28ന്റെ ട്രാക്ക് പാന്റ് എടുത്തിട്ട് എനിക്ക് അങ്ങനെ വിചാരിക്കരുത്. ഓക്കെ, എനിക്കിതിപ്പോ തന്നെ അങ്ങനെ വിചാരിച്ചെന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവും. അപ്പൊ ചെറിയ 40 ആണെങ്കിൽ 38 സൈസ് എടുക്കാം. അത് കാണുമ്പോൾ എനിക്ക് ഇതിടാൻ പറ്റണം എന്ന് ആഗ്രഹിക്കരുത്, ഇടാൻ പറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, പറ്റണം എന്നുള്ള ആഗ്രഹവും ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുകയാണ്, എന്നിട്ടാണ് ഡാൻസ് ചെയ്യണം എന്നുള്ള ഫീല് വരികയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമോഷൻ വ്യത്യാസമുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരു ഫുള്ളൊരു ബൂസ്റ്റ് എനർജി ആയിരിക്കും. അല്ലേ, ഒരു മലയുടെ മുകളിൽ കയറിന്ന് കൂക്കി വിളിക്കാൻ തോന്നും അല്ലെ? ആ ഒരു ഫീല് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കാണാം. സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉറങ്ങണം. ഡാൻസ്, മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, ഇത് 3ഉം കണക്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യത്തെ ദിവസം ചെയ്യുന്ന കാര്യം ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഇത് തന്നെ സെലക്ട് ചെയ്യാം. പഴയ ഒരു ഫ്രണ്ടിനെ വിളിക്കുക, അല്ലെങ്കിൽ കാണാൻ പോവാ, ഇപ്പൊ അറ്റ്ലീസ്റ്റ് വേണമെങ്കിൽ കത്ത് എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ വെറുതെ കുറേ സംസാരിക്കൊന്നും ചെയ്യരുത്. സംസാരിച്ചിട്ട് അവർക്കോ നമുക്കോ ഗുണമുള്ള എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യണം. രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് വരണം, ഇല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും. ഇതാണ് ഈ മിക്ക ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണം, ഡെവലപ്പ് ആവാനുള്ള മാനസികമായിട്ടോ അവർക്ക് സന്തോഷം കിട്ടാൻ, വിളിക്കുന്നതിന് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷെ അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് ഫുൾ ടൈം വിളിച്ച് അവരെ ഉപദേശിക്കാൻ നിൽക്കരുത്. 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കണ്ട. ഓക്കെ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മാറി മൊബൈൽ നോക്കാതെ, TV നോക്കാതെ നമ്മൾ കുറച്ച് സമയം പ്രകൃതിയായിട്ട് ഇണങ്ങി കുറച്ചു നേരം വെറുതെ ടെറസിന്റെ മുകളിൽ പോയിട്ട് നട്ടുച്ചയ്ക്കല്ല, രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകാശം നോക്കി ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കാം. കുറച്ച് സമയം, കുറച്ച് വെയിലൊക്കെ കൊള്ളുക, നമ്മുടേതായിട്ടുള്ള ഒരു ടൈം, ഒരു ഗ്രീനറി ഉള്ള ടൂറൊന്നും പോകണമെന്നൊന്നുമില്ല. എപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നമുക്ക് ഡെയിലി അങ്ങൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ പാടം അല്ലെങ്കിൽ അങ്ങനത്തെ നാട്ടിൽ തന്നെ കുറച്ച് പച്ചപ്പുള്ള ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്ത് വെറുതെ പോയി വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം ഒന്ന് അവിടെ ഇരിക്കുക, നല്ല ശ്വാസമൊക്കെ എടുത്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. അടുത്ത പോയിന്റ് സെൽഫ് കെയർ. ഓക്കെ, നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത് വേറെ കാര്യം, അതല്ലാതെ നമ്മൾ നമ്മളെ തന്നെ നമ്മളുടെ ഒരു ഫേസ് യോഗ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പെഡിക്യൂർ, മാനിക്യൂർ, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയത് നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ലേൺ സംതിങ് ന്യൂ, അത് ഞാൻ പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ണിനോട് നമ്മൾ നന്ദി പറയണം. ഇടയ്ക്ക് ഞാൻ പറയാറില്ലേ, കയ്യിനോട് കാലിനോടൊക്കെ നന്ദി പറയണം. അപ്പം കണ്ണില്ലാത്ത ഒരാളുടെ ഇമോഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കും. ജസ്റ്റ് വാതിലടച്ചതിന് ഇരിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം അവിടെ എവിടെയെങ്കിലൊക്കെ വെക്കുക, മെല്ലെ ഇങ്ങനെ കണ്ണടച്ചിട്ട് നടന്ന് അതിനെ ടച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോ കണ്ണില്ലാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഈ കണ്ണുള്ളതിന്റെ, ആദ്യമായിട്ട് ഞാനിത് ചെയ്തപ്പോലെ ഞാൻ കരഞ്ഞുപോയി, എനിക്ക് കണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതന്നെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. നമ്മൾ താങ്ക് യു പറയണതും ഗ്രാറ്റിറ്റ്യൂഡ് രണ്ടും കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ കൃതജ്ഞത എന്ന് പറയാം. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ കുഞ്ഞ് ബ്ലെസ്സിങ്സിനും വലിയ ബ്ലെസ്സിങ്സിനും ഒക്കെ, അപ്പൊ നമ്മൾ ഒരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡിന് ഒരു 10 കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ ശരീരത്തിലുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആവാം, അച്ഛനമ്മയാവാം, മക്കളാവാം. ഇവരൊക്കെ കാരണം നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള പ്ലസ് കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാറുണ്ട്. ഇനി നമുക്ക് ഒന്നും കിട്ടുന്നില്ല വിചാരിക്കും, സൂര്യൻ, ഭൂമി അല്ലെ, മുറ്റത്ത് വെറുതെ ഒരു പൂവ് വിരിഞ്ഞെന്ന അതിന്റെ ഭംഗി ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട്
ആ ഇരിക്കുന്ന ഫീലിനോട് താങ്ക് യു പറയാം. ഓക്കെ. പിന്നെ പോസിറ്റീവ് അഫർമേഷൻസ്. നമുക്ക് പല പല സ്വപ്നങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഫിറ്റ്നസിന്റെ കാര്യം 40 സൈസുള്ള ഒരാള് 36ലേക്ക് എത്താൻ ടാർഗറ്റഡ് ആണ്. അപ്പോൾ അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 സെന്റൻസസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ ശരീരത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാം. ഇത് ഒരു അഫർമേഷനാണ്. ഇത് ഒരു മന്ത്രം പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മിക്ക ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ചെസ്റ്റ് കുറയില്ല കേട്ടോ, എത്ര വർക്കൗട്ട് ചെയ്താലും കുറയില്ല. അതിന് എന്റെ ഹിപ്സ് ഉണ്ടല്ലോ, ചാൻസേ ഇല്ല. അതെന്താന്നറിയില്ല, ജനിച്ചപ്പോ തൊട്ട് എന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണേ, അതുകൊണ്ടാ തോന്നുന്നുണ്ട് പറയും. ഇതെന്താ സംഭവിച്ചത്? നമ്മളൊരു കുട്ടിയുണ്ട്, ഈ കുട്ടിയോട് ഇങ്ങനെ എപ്പോഴും പറയാം, നന്നാവില്ല നീ, നീ നന്നാവില്ല. ഇങ്ങനെ ഇത് എപ്പോഴും കേൾക്കുമ്പോ ഈ കുട്ടിക്ക് ഒന്ന് നന്നായി കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഏതെങ്കിലും സമയത്ത് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ, എന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നന്നാവില്ല എന്ന്. ആ സംഭവം ഉള്ളിലുണ്ടാവും. ഇത് നമ്മുടെ ഫിസിക്കൽ മൈൻഡ് അതിനേക്കാളും കൂടുതൽ നമ്മളായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ കുറയില്ല, ശരിയാവില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് മന്ത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് എന്റെ ശരീരത്തിൽ ഇരുന്നിട്ട് നല്ലൊരു പ്രൗഡ് ഫീൽ ഉണ്ട്, നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നല്ല സ്ട്രോങ് ആണ്. ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഷെയിം ആയതുകൊണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് വേണ്ട, ഷെയിം ആയതുകൊണ്ട് ഞാനിപ്പോഴും ജാക്കറ്റ് ഇടും. ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന സമയത്തൊക്കെ എനിക്ക് ടെൻഷനാണ്, മറ്റുള്ളവർ എങ്ങടാ നോക്കണേ. അപ്പൊ എനിക്ക് എപ്പോഴും ഏത് സമയത്തും എന്റെ ശരീരത്തിൽ ഭയങ്കര പ്രൗഡാണ്, കോൺഫിഡന്റ് ആണ്, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്, ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്. അഹങ്കാരം പാടില്ല കേട്ടോ. അഹങ്കാരവും പ്രൗഡും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ. എല്ലാം ഇമോഷനിലാണുള്ളത്. നെക്സ്റ്റ് വൺ, ഡ്രോയിങ്. ചിത്രം വരയ്ക്കാം. ഏതെങ്കിലും പുതിയ ചിത്രം വരയ്ക്കാൻ പഠിച്ചത് നല്ല രസമായിരിക്കും. നമ്മൾ ഒരു ദിവസം ഇരുന്നിട്ട് കുറച്ച് സമയം പുതിയത് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹാൻഡ്. വെരി ഗുഡ്, സൂപ്പർ. ഇല്ലേ, വരച്ചു കഴിഞ്ഞപ്പോ ഒരു സന്തോഷം വന്നില്ലേ? അതാണ്, അത് നമ്മൾ മൈൻഡിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ടു സംവൺ. ആർക്കെങ്കിലും നമ്മുടെ കൈ കൊണ്ട്, എന്റെ ഇഷ്ടംപോലെ കൈ കൊണ്ട് ഗിഫ്റ്റ് ഉണ്ടാക്കി, അവർക്ക് എന്തൊരു സന്തോഷാന്ന് അറിയോ? നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും കുഞ്ഞു കാര്യം വെച്ചിട്ട് ഒരു ഇല വെച്ച് ചിത്രം വരച്ചിട്ട് അതിൽ എന്തെങ്കിലും എഴുതിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. സ്വന്തം ഗിഫ്റ്റ് കൊടുത്തൂടെ? അതിലും സന്തോഷിക്കാം. ഇന്റൻഷനലി സ്പ്രെഡ് ലവ് ആൻഡ് ഹാപ്പിനെസ്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കണേ, എന്റെ ക്ലാസ്സിൽ ഞാൻ കയറി വന്നിട്ട് ഇന്ന് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കും. ഇന്ന് ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചിട്ട് കയറും. അപ്പൊ ഇനിയിപ്പോ വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് അമ്മായിമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ അമ്മായിമ്മനെ സന്തോഷിപ്പിക്കും. അല്ല ദീപ്തി, ഒരാള് പല നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ വേൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ്, തോട്ട്സ്, പല സമയത്ത് പറയുന്ന വേർഡ്സ് ഒക്കെ കൊണ്ടുണ്ടാക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. 100% റീസൺ ഞാൻ തന്നെയാണ്. ഇപ്പൊ എന്നോട് ഒരാള് നെഗറ്റീവായിട്ട് സംസാരിച്ചെങ്കിലും നമ്മൾ അത് ഹീലാക്കുന്നത് അങ്ങനെയാണ്. ഐ ആം ദ റീസൺ എന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. 100% ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ഒരു 5 കാര്യങ്ങളെങ്കിലും നല്ലത് എഴുതി വെക്കുക. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് അവർക്ക് ഫിസിക്കലി കാണുമ്പോൾ ഹെയർ നല്ലതാണ്, ചിരി നല്ലതാണ്. എത്ര ദേഷ്യമുള്ള ഗൗരവമുള്ള ആളാണെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അവർ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് അവർ നല്ലൊരു വേർഡ് നമ്മളോട് പറഞ്ഞു. ഈ സംഭവങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഇത് പറയുമ്പോ എന്താവെന്ന് അറിയോ? ഈ ആളുകൾ ചേഞ്ച് ആവും. ആളുകളെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നോട് സ്ഥിരമായിട്ട് എന്നെ ഒരു വിലയില്ലാത്ത പഴയൊരു സെന്ററിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള മാനേജർ സ്ഥിരമായിട്ട് എന്നെ ഹേർട്ട് ചെയ്യും. ഞാൻ ലീവ് ചോദിച്ചാൽ തരില്ല, അങ്ങനെ നിന്ന ഒരാള്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, അയ്യോ ആ മാഡം വരുന്നുണ്ട്, എനിക്കിന്ന് കേൾക്കും, എന്താണോ ഒന്ന് പറയാൻ പോകുന്നത്, ഇങ്ങനെ പറയും. ഞാനൊരു പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കിൽ എഴുതിയതാ നമ്മൾ അവരെ കുറിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ എഴുതി, അവര് ദേഷ്യപ്പെടുമെങ്കിലും ചിരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയാ, അവര് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ വോയിസ് നല്ലതാ, എന്റെ അടുത്ത് എന്ത് ഭംഗിയായിട്ട് അവർ ഇടപഴകണം എന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച്. അപ്പൊ ഞാൻ സെന്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറയും, ഇന്ന് മാം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഇവര് അത്ര വാല്യൂ ആയിട്ട് എനിക്ക് ഫസി അറ്റ്ലീസ്റ്റ് 1 hour ക്ലാസ് എങ്കിലും ഞങ്ങൾക്ക് എടുത്തു തരണം, ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഫസിയുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചു.
അപ്പൊ ഇത് മാറിയത് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മൈൻഡ് സെറ്റ് മാറിയതുകൊണ്ടാണെന്ന്. നമുക്ക് അങ്ങനെ ആളുകളെ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ അങ്ങനെ പിക്ചറൈസ് ചെയ്ത വീണ്ടും വീണ്ടും അത് അങ്ങനെ തന്നെ ആവും. ഇനി അവര് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിച്ചാലും ചിലപ്പോ നീ നന്നായിട്ട് വാ മോളെ എന്ന് പറഞ്ഞു വിട്ടതായിരിക്കും. അവരൊന്നും നമ്മൾ പറയും ആക്കി പറഞ്ഞതല്ലേ എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഉള്ളില് പ്രാഗമായിരിക്കും, പുറത്തേക്ക് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാനില്ല. നമുക്ക് പോസിറ്റീവ്, കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പോയിന്റെങ്കിലും നെഗറ്റീവായിട്ട് ഒരു കാര്യം ഇങ്ങനെ എടുത്തു ധരിച്ചോ. നമ്മളൊരു നല്ല അടിപൊളി സ്ഥലത്തേക്ക്, എവിടെ ഇഷ്ടമുള്ള സ്ഥലം പറയും ടൂർ പോവാൻ? അതൊക്കെ മേലെ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ ടൂർ പോവാണ്. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ആലോചിക്കുന്നതും നമ്മുടെ കയ്യിലുള്ള ദേഷ്യം, അഹങ്കാരം, പിന്നെ സ്വയം സെൽഫ് റെസ്പെക്ട് ഇല്ലായ്മ ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ ബാണ്ടക്കെട്ടായിട്ട് നമ്മുടെ കയ്യിലുണ്ട് വിചാരിക്കുക. നമ്മൾ ടൂർ പോവാം, നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോകണം, ഇത്ര കിലോ സംഭവങ്ങളെ കൊണ്ടുപോകാനൊക്കെ പറ്റുള്ളൂന്നുണ്ട്. അപ്പൊ അമ്മായിമ്മയുടെ ദേഷ്യം ഇവിടെ, ഇപ്പുറത്ത് പഴയ പഠിപ്പിച്ച ടീച്ചറിനോടുള്ള ദേഷ്യം, ടീച്ചർ എന്നെ തല്ലി, എനിക്ക് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. പിന്നെ ഹസ്ബൻഡ് എന്തോ പറഞ്ഞു, മറ്റേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മനസ്സിൽ, ഇതൊക്കെ ഓരോ ബാണ്ടക്കെട്ടായിട്ട് വിചാരിക്കും. നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോണത്, ഇതൊക്കെ നമ്മുടെ ബാക്കിലുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ അപ്പൊ പറയണു കോള് വരുമ്പോ വാവ് അമ്മായിമ്മ വിളിക്കണ്ടേ. നല്ല അടിപൊളി സ്ഥലത്തേക്ക് ടൂറ് പോകുമ്പോ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാ വേണ്ടത്, അതേപോലെ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയേ. നമുക്ക് ആവശ്യമുള്ളത് എന്താ, വളരെ ഫ്യൂ തിങ്സ്, അത് മാത്രം കയ്യിൽ വെച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതെന്താ, അത് നമ്മൾ അത്രയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഹേർട്ടായ കാര്യം നമ്മളെ വീണ്ടും താഴേക്കാണ് കൊണ്ടുവരികയെങ്കിലോ? അപ്പൊ നമ്മൾ ഓരോ കത്തി വെച്ച് മുറിച്ചപ്പോ നമുക്ക് വേദനിച്ചു. നമ്മൾ പിന്നെയും പിന്നെയും എന്താ ചെയ്യുക, ഈ മുറിവിനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന അത് ഒരിക്കലും ഹീലാവില്ല. നമ്മൾ അതിനെ അടച്ചു വെച്ച് ഹീലായി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ആക്കരുത്, അത് മറക്കുക. നമ്മള് എനിക്ക് 2001 മുറിവുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിരിക്കരുത്. ഓക്കെ, ഹീൽ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള പവറും നിങ്ങളുടെ ഉള്ളിലുണ്ട്. വേറെ ലെവലിൽ ആക്കിയെടുക്കാം. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമോഷനാണ് എപ്പോഴും നമുക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഫിറ്റ്നസ് ജേർണൽ കീപ്പ് ചെയ്യണം എന്തിനാ? ഇത് തന്നെ. ഫസ്റ്റ് സ്റ്റാർ കിട്ടി, സെക്കൻഡ് സ്റ്റാർ കിട്ടി. നമ്മൾ ചെറിയ ആളുകളൊക്കെ ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കോൺഫിഡൻസ് വരും. ഇവര് മാറിയില്ലേ, അവര് മാറും. നമ്മുടെ സുരേഷ് ചേട്ടൻ ഫിറ്റ്നസിന് വരില്ല എന്നാ പറഞ്ഞത്. വന്നു, സ്റ്റാർട്ട് ചെയ്തു. ഇന്നും ഇത്രയും ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടും അദ്ദേഹമാണ് ലീവ് എടുക്കുന്ന ഏറ്റവും കുറവുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാളെ കുറിച്ചുള്ള ചിന്ത ഇങ്ങനെയാണെന്ന് ഒരാളെയും ജഡ്ജ് ചെയ്യരുത്. നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ സുധയോട് പറയും, സുധ ഇമാജിൻ ചെയ്ത് നോക്കൂ, വിഷ്വലൈസ് ചെയ്ത് നോക്കൂ, കാര്യങ്ങൾ ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങൾ, ചിലരെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും, എന്നിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യും അയാൾ തിരിച്ചു വരുന്നത്. ചേച്ചി എനിക്കറിയാം ചേച്ചി എന്നെ നല്ലതിനെ പറയുമ്പോ എനിക്കറിയാൻ പറഞ്ഞിട്ട് അയാൾ തിരിച്ചു വരും. ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പുറത്താക്കണം. ഓക്കെ, പിന്നെ നല്ല സ്റ്റോറീസ് ഒക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ ആർക്കെങ്കിലും ഒക്കെ, ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ല സ്റ്റോറീസ് വെറുതെ സ്റ്റോറി പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. വെരി ഗുഡ്. കാണുന്നത് ഓക്കെ, പക്ഷെ അങ്ങനെ ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കുട്ടികളുടെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം. പക്ഷെ പറയണതും വീഡിയോ നമ്മൾ കാണുന്നതും വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളിവിടെ പ്രോഗ്രാം നടത്തിയപ്പോ മിറർ നോക്കി കളിക്കുമ്പോൾ ഒരു സ്റ്റെപ്പും തെറ്റൂല. മിറർ നോക്കി കളിക്കുന്ന സമയത്ത് ഒരാളും സ്റ്റെപ്പ് തെറ്റിച്ചിട്ടില്ല. കോൺഫിഡൻസ് അല്ല അത്, അവിടെ നമ്മുടെ മൈൻഡ് അധികം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ മിററിൽ നോക്കുമ്പോ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിലോ അവിടെ മൈൻഡ് വർക്ക് ആവണം. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ റീഡിങ് ഒരു ഹാബിറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ഒരു ദിവസം 2 മിനിറ്റെങ്കിലും വായിക്കണം. അത് പോസിറ്റീവായിട്ടുള്ള വായിക്കും. വെറുതെ മനോരമ മംഗളം ഒന്നും എടുത്ത് വായിക്കരുത്. അതിന് കുറ്റം പറഞ്ഞല്ല. നമുക്ക് അതിന് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ വായിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളൊരു എഴുത്തുകാരിയാണ്, നിങ്ങളുടെ ഇതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ടൈപ്പ് ബുക്കും വായിക്കണം. നിങ്ങൾ ഏത് രീതിയിലാണ് ആവേണ്ടതെന്നുള്ളത്. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിലേക്ക് എത്താൻ പറ്റും. പക്ഷെ വിഷ്വൽസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് കാര്യമായിട്ട് ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. അപ്പൊ മൈൻഡിന് ഇനി നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുമ്പോഴൊക്കെ മിററിനെ നോക്കാതെ തന്നെ ചെയ്യാം. മിറർ നോക്കി ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്യാൻ. പഠിക്കണത് മൈൻഡ് വർക്കാക്കിയിട്ട് ചെയ്യാം. അപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പോകും, കോർഡിനേഷൻ ഇമ്പ്രൂവ് ആവും, മൈൻഡിന് കുറച്ച് വർക്ക് കിട്ടും. പിന്നെ ഒന്ന് ബ്രെയിൻ ഗെയിംസ്, സുഡോക്കു, പസിൽസ് ഒക്കെ അല്ലേ, അങ്ങനത്തെ ഗെയിംസ് എന്തെങ്കിലുമൊക്കെ കളിക്കാൻ നോക്കുക. ബോഡി ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡ് തന്നെ ഹാപ്പി ആയി തന്നെ കീപ്പ് ചെയ്യണം. മനസ്സിലുള്ള പല മുറിവുകളും നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് നിൽക്കും. ഓക്കെ, അൺനെസസറി എന്തിനാ നമ്മള് സ്വിറ്റ്സർലാൻഡ് പോവല്ലേ, വേണ്ടാത്തൊക്കെ കളയും, ഹീലാക്കും.